നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ വീഡിയോ ധനുരാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. എന്താണ് ശനിയുടെ വക്രഗതി? ജ്യോതിഷപ്രകാരം ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെയുള്ള 138 ദിവസങ്ങളിലാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ ശനിയുടെ സഞ്ചാര വേഗതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം അത് പുറകോട്ട് സഞ്ചരിക്കുന്നതായി നമുക്ക് തോന്നും. ഇതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ പുറകോട്ട് സഞ്ചരിക്കുന്നില്ല, മറിച്ച് വേഗതയിലുള്ള മാറ്റം കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. ഇത് എല്ലാ വർഷവും കൃത്യമായ സമയങ്ങളിൽ സംഭവിക്കാറുള്ള ഒരു സ്വാഭാവിക പ്രതിഭാസം മാത്രമാണ്. ധനുരാശിക്കാരുടെ ഗ്രഹനിലയിൽ 4-ാം ഭാവത്തിലാണ് ശനി ഇപ്പോൾ വക്രഗതിയിൽ വരുന്നത്. ജ്യോതിഷത്തിൽ 4-ാം ഭാവം എന്നത് ഒരാളുടെ സുഖസൗകര്യങ്ങൾ, അമ്മയുടെ ആരോഗ്യം, സ്വന്തം വാഹനം, വസ്തുവകകൾ, വീട് എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. സ്വന്തമായൊരു വീട് വേണമെന്നോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങണമെന്നോ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ധനുരാശിക്കാർക്ക് അതിനുള്ള നല്ല അവസരങ്ങൾ ഈ സമയത്തൊത്തു വരും. നിലവിലുള്ള വീട് മനോഹരമായി പുതുക്കി പണിയാനും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ പ്ലാനുകൾ തയ്യാറാക്കാനും ജൂലൈ 27 ശേഷമുള്ള സമയം വളരെ അനുകൂലമാണ്. ഈ കാലയളവിൽ നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും കാര്യമായ പുരോഗതിയും ഗുണപരമായ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. കരിയറിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലമാറ്റം പ്രതീക്ഷിക്കുന്നവർക്കും ഈ സമയം അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ലക്ഷ്യബോധത്തോടെയുള്ള കഠിനാധ്വാനം ചെയ്താൽ മികച്ച വിജയം നേടാം. ഇമ്പോർട്ട് എക്സ്പോർട്ട്, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നിർമ്മാണ മേഖലകൾ, ഓൺലൈൻ ബിസിനസ്സുകൾ എന്നിവ ചെയ്യുന്നവർക്ക് മികച്ച ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. കൂടാതെ ട്രാവലിംഗ്, മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, റെസ്റ്റോറന്റ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും പുതിയ ബിസിനസ് ആരംഭിക്കാനും അതിൽ വിജയിക്കാനും ഈ വക്രശനിക്കാലം സഹായിക്കും. ശനിയുടെ വക്രഗതി ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നു. ശാരീരികാരോഗ്യത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് പേശിവേദന, സന്ധിവേദന, മുട്ടുവേദന, തോളുകളുടെ വേദന എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യരുത്. ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ ജന്മരാശിയിൽ പതിക്കുന്നതിനാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് വെറുതെ വിഷമിക്കാനും അനാവശ്യമായി ഭയപ്പെടാനും സാധ്യതയുണ്ട്. കരിയർ, പ്രണയം, ആരോഗ്യം എന്നിവയെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടാതെ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരാനും ക്ഷമ കുറയാനും സാധ്യതയുണ്ട്. ഇത് കുടുംബ ബന്ധങ്ങളിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിനാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും എപ്പോഴും നിയന്ത്രണം പാലിക്കണം. ഈ സമയത്ത് ചിലർക്ക് ബാങ്ക് ലോണുകൾ എളുപ്പത്തിൽ പാസ്സായേക്കാം. എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പെട്ടെന്ന് ലാഭം കിട്ടുമെന്ന് പ്രലോഭിപ്പിക്കുന്ന ചതിക്കുഴികളിൽ വീണുപോകരുത്. ശനിയുടെ വക്രഗതി മൂലമുണ്ടാകുന്ന ദോഷങ്ങളെ പറ്റി ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയാൻ ഇനി പറയുന്ന ലളിതമായ ജ്യോതിഷ പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. ശനിദശയോ ശനിദോഷമോ ഉള്ളവർ ശനീശ്വര സ്തോത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് ശനിയുടെ കോപം കുറയ്ക്കാൻ സഹായിക്കും. ദിവസവും ഹനുമാനെ ഭജിക്കുന്നത് ശനിദോഷത്തിന്റെ തീവ്രത കുറയ്ക്കാൻ ഏറ്റവും മികച്ച മാർഗമാണ്. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അതിന് സാധിക്കാത്തവർ ഭക്തിയോടെ അത് കേൾക്കുകയോ ചെയ്യുന്നത് മനസമാധാനം നൽകും. വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി ദിവസവും വ്യാഴ സ്തോത്രം കൂടി ജപിക്കുന്നത് ധനുരാശിക്കാർക്ക് ഇരട്ടി ഫലം നൽകും. ധനുരാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. കൂടുതൽ ജ്യോതിഷാറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.